എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളുടെ മാണൂക്കായൽ. മാണൂക്കായലിൻ്റെ വക്കത്ത് ഇതങ്ങനെ ഇരുന്നാലേ ഇവിടെ മൊത്തം മീൻപിടുത്തക്കാരാണ്. ഇവിടെ കുറേ കുട്ടികൾ ചൂണ്ടലിടുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പുറത്ത് വല സെറ്റാക്കുന്നുണ്ട് ഒരാൾ, അതിൻ്റെ ബാക്കിൽ ഒരാൾക്ക് ഉണ്ട്. വീശിപ്പിടുത്താണ് ഇവിടെ, കണ്ടില്ലേ? അതിൻ്റെ അപ്പുറത്ത് രണ്ടാൾക്ക് ഉണ്ട്, കണ്ടാ? പിന്നെ അതിൻ്റെ അപ്പുറത്ത് വഞ്ചിയിൽ രണ്ടാൾ നിൽക്കുന്നുണ്ട്. ഇതാക്കണം, കണ്ടില്ലേ? പിന്നെ നമ്മളെ അടുത്ത് തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്താ, ഫുള്ള് മീൻ പിടുത്താണ്. വൈകുന്നേരം ഉണ്ടായാൽ കാലത്തെ ഇറങ്ങുന്നുണ്ട് കുറേ ആൾക്കാർ. വല വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് മീനെ ഓടിച്ച് വലയിൽ കയറ്റുന്ന പരിപാടിയുണ്ട്. ഇവിടെ വലയിൽ വീശി പിടിക്കുന്ന പരിപാടിയായിരുന്നു ഇപ്പോൾ ഇവിടെ. തോന്നുന്നു എന്തായാലും മീനൊക്കെ നല്ല കിട്ടുന്നുണ്ട് തോന്നുന്നു. കാരണം കാലത്ത് ഇറങ്ങുന്നതാണ് ആൾക്കാർ, കണ്ടമാനം ആളുണ്ട് ഇവിടെ. മാണൂക്കായലിലെ മീനിനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. വെള്ളമില്ല, വെള്ളം വറ്റിയിരിക്കണം. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അതിരത്തിരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു വൈബാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ വന്നിരുന്നല്ലേ, നല്ല അടിപൊളി വൈബിൽ ഇങ്ങനെ ഇരുന്ന് നല്ല കട്ടൻ ചായയും പരിപ്പ് വട പഴംപൊരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക സുഖമായിട്ട്. പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. ഇത് തിരുത്തിയാണ് കേട്ടോ. ഇപ്പോൾ നല്ല മഴക്കാറുണ്ട് ഇവിടെ. മഴ പെയ്യുമോയെന്ന് അറിയില്ല, കണ്ടില്ലേ? നല്ല മഴക്കാറുണ്ട്. നാളെ ഈ വഞ്ചി എടുത്തിട്ടൊന്ന് ഇറങ്ങണം. ഇവിടെ ഒരു വഞ്ചി ഉണ്ടല്ലേ, ഫൈബർ ബോട്ട്. ഇതാ തോട്ടിലൂടെ അങ്ങനെ പോകണം നമുക്ക്. ഇവിടെ നിന്ന് വെള്ളമില്ല. ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മീൻ പിടിക്കാം. ഞങ്ങൾ ഇവിടുന്ന് മീൻ പിടിക്കലുണ്ട്. നല്ല പൊരിക്ക് ഇവിടുന്ന് കിട്ടും. ഇട്ടേക്ക് തന്നെ കൊത്തും ചെയ്യും പൊരിക്ക്. ഉണ്ടല്ലേ? നമ്മുടെ മുളകൊക്കെ സീസൺ കഴിഞ്ഞാൽ അങ്ങനെ തത്തമ്മയുടെ ചുണ്ട് മാതിരി ആയിക്കണം. സീസൺ കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഇവിടെ ആകെ വരി എന്ന് പറഞ്ഞൊരു സൈസ് പുല്ലാണിത്. വെള്ളൊരു ഇതൊക്കെ വറ്റി, കണ്ടത്തിൽ നിന്നൊക്കെ വെള്ളം വറ്റിയിട്ട് തോട്ടിലേക്ക് മാത്രമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് മീൻ പിടിക്കാൻ നല്ല സുഖമാണ്. മീനൊക്കെ തോട്ടിലാവും. മറ്റേ വെള്ളം പരന്നെടുക്കുമ്പോൾ വെള്ളമുള്ളിടത്തേക്ക് മീൻ പോകുമല്ലോ. കണ്ടത്തിൽ വെള്ളം വറ്റി നോക്കുമ്പോഴേ തോട്ടിൽ നിന്നിപ്പോൾ നല്ല മീൻ കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. വളാഞ്ചേരിയിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ട്, പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ. എന്നാലും വന്നിട്ട് ഇവിടെ നമ്മൾ ഈ തോട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ മൂന്നും കൂടി തോടിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് നിൽക്കുന്നത് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾ പെരിന്തൽമണ്ണ എന്നാണ്. കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ കാലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് അവർ ഇറങ്ങുക. അവിടെ നിന്ന് ഇറങ്ങി ആട്ടി 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 പിടിച്ച് അങ്ങനെ ഈ തോട്ടിൽ കൂടെ. ഇത് വലിയ തോടാത്, പെരുന്തോട് പറയും. നമ്മൾ തോട് വന്നിട്ട് ഇവിടെ മൂന്നും വടക്ക് കൂടുന്നതാണ്. ഇവിടെ നിന്നൊരു തോടുണ്ട് പോകുന്നുണ്ട്, ഈ വഞ്ചി നിൽക്കുന്ന അവിടുന്ന്. ഈ മൂന്നും കൂടി ഇവിടുത്തെ എത്തിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ചോദിച്ചു. പെരിന്തൽമണ്ണ EMSൻ്റെ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണ് അവരുടെ വീട് എന്നൊക്കെ പറഞ്ഞു. ഈ പിള്ളേരെപ്പോഴും ഉണ്ടാവും ഇവിടെ, എപ്പോഴും പാടത്തുണ്ടാവും. 2 മണിയൊക്കെ ആവാൻ തോന്നുന്നു കയറി പോകാൻ. പിന്നെ 4 മണിയാകുമ്പോഴത്തേന് വീണ്ടും വരും. അവർക്കും നല്ല മീൻ കിട്ടുന്നുണ്ട് തോന്നുന്നു. മീൻ കിട്ടാതെന്നപ്പോൾ ഈ വെയിലും കൊണ്ട് ആൾക്കാർ വന്നിക്കില്ലല്ലോ. ഇങ്ങനെയാണ് കഥ. മഴമേഘം അങ്ങോട്ട് പോവുകയാണ്. വേറെന്താണ്? ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇവിടെ മീൻ
പിടിക്കുന്ന ആൾക്ക് വല്ലതും കിട്ടുന്നുണ്ടാണോ നോക്കി നോക്കട്ടെ. വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടാണ് മൂപ്പര് മീൻ പിടിക്കുന്നത്. നല്ല കണ്ണനുണ്ടാവും, സൈസ് കണ്ണന്മാർ. 2 എണ്ണം കിട്ടിയ 15 ഉറുപ്പ്യയില്ലേ. ഇതിൽ ഫുള്ള് താമരയാണ്. ആ കാണുന്നൊക്കെ താമരയാണ്, ഉണങ്ങിയ മാതിരി കാണുന്നത്. അതിലാണ് മൂപ്പര് ഇറങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ താമരയാണ്. ഇപ്പോൾ താമര സീസൺ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ വെള്ള താമരകളൊക്കെ നിൽക്കണതാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് അതിലൊക്കെ ഇത് നമ്മളുടെ ആയുർ ഗ്രീൻ ഹോസ്പിറ്റലാണ്, കണ്ടില്ലേ? വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബായ്.